ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചുണ്ടാക്കുന്ന ഒരു ഐറ്റമായിട്ടാണ് വന്നേക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരുപാട് വേവണ്ട, ഒരു ഹാഫ് കുക്ക് വെന്താൽ മതി. അപ്പോൾ ഇവിടെ നല്ലോണം വെന്തൊക്കെ വന്നിട്ടുണ്ട്, ഒരു ഹാഫ് കുക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് കുറച്ച് മാരിനേറ്റ് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത് ചൂടൊക്കെ ആറി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും കുഴപ്പമില്ല. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഉരുളക്കിഴങ്ങ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ഉരുളക്കിഴങ്ങും നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നമ്മളിവിടെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടറാണെങ്കിൽ അതിന് പോരുന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിൽ മതി. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്നിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഉണ്ടെങ്കിൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒറിഗാനോണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡെക്കറേഷന് വേണ്ടി ഇത്തിരി ബ്ലാക്ക് കളറിലൊക്കെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായി നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.